ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യത്തിൻ്റെ 3-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുന്നു. ഒന്ന് സൂക്ഷിച്ച് വായിച്ചു നോക്കിയേ. കർത്താവിനെയാണ് അവർ അറിയിക്കുന്നത്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പൗലോസ് പറയുന്നു, സുവിശേഷത്തിന്റെ കണ്ടൻസ് ക്രിസ്തുവാണ്. ആദാമ്യ പാപനിമിത്തം മരിച്ച്, ആത്മീകമായി മരിച്ച് നരകക്കുഴിയിലേക്ക് പോകേണ്ട മാനവജാതിയെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി വന്ന് ഈ ഭൂമിയിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ആ യേശു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നീതിക്ക് വായികൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. ആ കർത്താവിനെ കർത്താവായി കർത്തൃത്വം ചെയ്യാനായിട്ട് ഞാൻ ഏറ്റുപറയുന്നു എന്ന് ചെയ്യുമ്പോഴാണ് നിത്യജീവൻ കിട്ടുന്നത്. യേശു കർത്താവിനെ വിശ്വസിക്കുമ്പോൾ നിത്യജീവൻ കിട്ടുന്നു. യേശു കർത്താവിനെ എൻ്റെ കർത്താവായിട്ട് ഹൃദയത്തിൽ എന്നെ കർത്തൃത്വം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കഴിയുമ്പോൾ രക്ഷിക്കപ്പെടുന്നു. പുതുപുത്ത പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഇങ്ങനെയാണ് രക്ഷയുടെ പടി കിടക്കുന്നത്. വീണ്ടും ജനനം ഇപ്പോഴാണ് സംഭവിക്കുന്നത്. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. റോമാലേഖനം ഞാൻ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് ആത്മാവിൽ ഹേമം കിട്ടുമ്പോൾ ആ വിഷയം എടുത്ത് ഞാൻ പ്രസംഗിക്കും. പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്നാരും പ്രസംഗിക്കുന്നില്ല. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം അടുക്കായിട്ട് പ്രസംഗിച്ച ഒരു പ്രസംഗവും ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എന്നാൽ ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച് നടത്തിയ ദൈവത്തിൻ്റെ ദാസൻ 100 പ്രാവശ്യം പ്രസംഗിച്ചത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കും അത് പ്രസംഗിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നീതീകരണം പ്രാപിച്ച്, വിശുദ്ധീകരണം പ്രാപിച്ച് തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടണമെന്നാണ് റോമാലേഖനവും മറ്റു ലേഖനങ്ങളുടെ പല ഭാഗങ്ങളിലും ആ വിഷയം ചെതറിക്കിടപ്പുണ്ട്. അതൊന്നിച്ച് കൂട്ടുചേർത്ത് എടുത്തു വെച്ച് ചേർത്ത് വെച്ച് പഠിച്ച് മുമ്പോട്ട് വരുമ്പോൾ നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. നീതീകരണം പെട്ടെന്ന് പറഞ്ഞു പോകാം. എത്ര കേട്ടാലും ചിലർക്ക് ഇത് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, യേശു എൻ്റെ പാപത്തിനോട് മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ ആദാമ്യ പാപത്തിൻ്റെ പരിഹാരകനായി ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് സർവ്വപാപത്തെയും ചുമന്നൊഴിച്ച് മരിച്ചു. ആ യേശു എൻ്റെയും പാപത്തിന് വേണ്ടി മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ കുറ്റവാളിയായി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന, നരകത്തിലേക്ക് ശിക്ഷ വിധിച്ച് തള്ളിക്കളയുന്ന നിനക്ക് ആ യേശു ക്രിസ്തു നിൻ്റെയും പാപത്തിന് വേണ്ടി മരിച്ചുവെന്ന്, എൻ്റെയും പാപത്തിന് വേണ്ടി മരിച്ചുവെന്ന് സ്വയമായി നീ വിശ്വസിക്കുമ്പോൾ ദൈവം നിന്നെ ആ കുറ്റവിമുക്തനാക്കുന്നു. ദാറ്റ് ഈസ് ജസ്റ്റിഫിക്കേഷൻ. ശരിക്കും മനസ്സിലായിക്കോണേ. എപ്പോഴും പറയുന്ന സബ്ജക്റ്റ് അല്ല ഞാനിപ്പോൾ പറയുന്ന കാര്യം. എപ്പോഴും കിട്ടത്തില്ല. ജസ്റ്റിഫിക്കേഷൻ, സാന്റിഫിക്കേഷൻ, വിശുദ്ധീകരണം. ജസ്റ്റിഫിക്കേഷൻ നീതീകരണം, സാന്റിഫിക്കേഷൻ വിശുദ്ധീകരണം, ഗ്ലോറിഫിക്കേഷൻ തേജസ്കരണം. ഈ മേഖലയിലൂടെ പോകാതെ സ്വർഗരാജ്യത്തേക്ക് പോകാൻ പറ്റത്തില്ല. ഒന്ന്, നീ എന്ത് ചെയ്യണം? യേശുവിൻ്റെ പാപത്തിലൂടെ മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അപ്പോൾ ദൈവം നിന്നെ നീതിമാനാക്കി, നിന്നെ കുറ്റവിമുക്തനാക്കി. നീ റോമർ 3:19 വായിച്ചേ. റോമർ 6:19 വായിച്ചേ. റോമർ 6:19 വായിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കുക. അവിടെ നിൽക്കട്ടെ. മുമ്പ് പാപം ചെയ്തുകൊണ്ടിരുന്ന അവയവങ്ങളെ റോമർ 6 പഠിക്കുമ്പോൾ ക്രിസ്തുവിനോട് കൂടി സ്നാനമേറ്റു. യേശു ക്രിസ്തുവിനോട് കൂടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. സ്നാനത്തിൽ സംഭവിക്കുന്നതാ. പഴയ മനുഷ്യൻ മരിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ് സ്നാനത്തിൽ നിന്ന് പൊങ്ങി വരും. വെള്ളത്തിൽ നിന്ന് പോകുമ്പോൾ പുതിയ മനുഷ്യനായിട്ട് വരിക. അതാ സ്നാനം. കർത്താവിൻ്റെ മരണ അടക്ക പുനരുദ്ധാനത്തോടെ ഏകീഭവിക്കാത്ത സ്നാനമേക്കത്തവൻ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് അവിടെ തന്നെ ഉണ്ട്. റോമർ 6 സ്നാനത്തിനെതിരെ കേരളത്തിലെ സുവിശേഷകനിൽ
അഗ്രഗണ്യനായ ഒരു സുവിശേഷകൻ, പേരും പ്രസ്ഥാനവും പറയുന്നില്ല, സ്നാനത്തെ എതിർത്ത് 9 കേസിട്ട് ഇറക്കിയെന്നവർ. ഇവരൊക്കെ എവിടെ കൊണ്ട് വചനം പിടിക്കും? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ലോകത്തിലെ ജ്ഞാനികളായിരുന്നു അവർ. ഹെഡ് മാസ്റ്റർമാരോ അല്ലെങ്കിൽ വലിയ വലിയ അധ്യാപകന്മാരൊക്കെ ആയിരുന്നു. ഈ ലോകത്തിൻ്റെ ജ്ഞാനം കൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ പറ്റത്തില്ല സഹോദരങ്ങളെ. ഇത് ആത്മാവിൽ പഠിക്കണം, ഇത് ആത്മാവിൽ ഗ്രഹിക്കണം, ഇത് ആത്മാവിൽ അനുസരിക്കണം, ഇത് ആത്മാവിൽ പ്രസംഗിക്കണം. പുതിയ നിയമസഭയുടെ ആവിർഭാവം പരിശുദ്ധാത്മാവിൻ്റെ ആവിർഭാവത്തോടെ പ്രവൃത്തി 2 120 മേൽ പരിശുദ്ധാത്മ ശക്തിയോടെ വന്നു. ബലഹീനനായ പത്രോസ് സഹോദരൻ ആത്മാവിൽ നിറഞ്ഞ് ശക്തിയോടെ പ്രസംഗിച്ചു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് കർത്താവ് പറഞ്ഞത് പത്രോസിൻ്റെ മേൽ നിവർത്തിച്ചു ദൈവം. ഒരൊറ്റ പ്രസംഗത്തിൽ 3000 എണ്ണത്തിനെ തുറന്ന് സ്വർഗത്തിലേക്ക് കയറ്റി. കണ്ടോ കർത്താവ് പറഞ്ഞതൊക്കെ നിവർത്തിക്കുന്ന കണ്ടോ? സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിനക്ക് തരുന്നു എന്ന് യോഹന്നാനോട് പറഞ്ഞില്ല, യാക്കോബിനോട് പറഞ്ഞില്ല, യൂദോട് പറഞ്ഞില്ല, പത്രോസിനാണ് പറഞ്ഞത്. അവൻ ബലഹീനനായി പോയെങ്കിൽ പോലും ആ പ്രവചനം കർത്താവ് നിറവേറ്റിയില്ലേ? ഒരൊറ്റ പ്രസംഗത്തിൽ തുറന്നു കയറ്റിയത് 3000 എണ്ണത്തിനെയാണ്. അതിനുശേഷമാണ് പിന്നെ എല്ലാവരും സ്വർഗരാജ്യത്തിലേക്ക് വചനം പ്രസംഗിച്ച് ആൾക്കാർ രക്ഷിക്കപ്പെടുക കയറാനിടയായത്. ഇന്നിപ്പോൾ അത് മുഴുവൻ കൊണ്ടൊന്ന് കുഴിച്ചു മൂടി. ആ പത്രോസിൻ്റെ പ്രസംഗവും പൗലൂസിൻ്റെയും യോഹന്നാൻ്റെ യാക്കോബിൻ്റെ യൂദയുടെയും അതുപോലെ സ്തെഫാനോസിൻ്റെയും ഫിലിപ്പോസിൻ്റെയും പ്രസംഗങ്ങളൊക്കെ കുഴിച്ചു മൂടി. ഇപ്പോൾ ഉന്തിയിട്ട് കുരപ്പിച്ച് ചിരിപ്പിച്ച് ഛർദ്ദിപ്പിച്ച് ആൾക്കാരെ നിത്യമായ നാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. പ്രബുദ്ധരായ ദൈവദാസന്മാർ 2026 ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. വളരെ വ്യക്തമായി, വളരെ കൃത്യമായിട്ട് ഞാൻ പറയുക. എനിക്കിത് പറയാൻ ആരുടെയും ശുപാർശയൊന്നും വേണ്ട. വചനം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് പറയാൻ ആരുടെയും ശുപാർശ വേണ്ട. കർത്താവ് തൻ്റെ വചനം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പറയുക. വചനം പറയുമ്പോൾ നീറ് കടിക്കുന്ന പോലെ പറക്കും. എന്താ കാര്യം? വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ല. ഇന്നത്തെ പെന്തക്കോസ്തുകാരിൽ വീണ്ടും ജനനം പ്രാപിച്ചൊരു കുറവാണ്. ഫസ്റ്റ് ക്യാപ്റ്റൻ ഷമുൽ അത് പറഞ്ഞ് അദ്ദേഹം മരിച്ചത്. അത് തന്നെ ഞാനും പറയുക. വീണ്ടും ജനനം പ്രാപിച്ച വിശ്വാസികൾ സഭകളിലില്ല. അപ്പോൾ ചോദിക്കും, പാസ്റ്റേ ഉണ്ട്. ഞാനും പറയും ഉണ്ട്, ചുരുക്കമാണ്, ചെറിയ ശേഷിപ്പേ ഉള്ളൂ. 10,000 കൂടി വരുന്നിടത്ത് 10 പേരുണ്ടോ എന്ന് എനിക്ക് സംശയം. ഒരു ഇൻ്റർനാഷണൽ പാസ്റ്റർ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച് ഞാൻ കേട്ടു, 10 പേരെയും കൊണ്ട് സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റുമെന്ന് പാടാണ്. 100% ശരി അദ്ദേഹം പറഞ്ഞത്. ഒരു 10 എണ്ണത്തിനെയും കൊണ്ട് സ്വർഗത്ത് പോകാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. അതുപോലത്തെ ഒരു കാലമായി മാറി. 12 എന്ന് വായിച്ച വെളിപ്പാട് 12, വെളിപ്പാടിൻ്റെ 12 ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്ന വചനങ്ങൾ. ഇതൊക്കെ വലിയ ആഴമേറിയ സത്യങ്ങളാണ് ഞാൻ ഈ പറയുന്ന വചനങ്ങൾ. വെളിപ്പാട് 12 പിശാചിൻ്റെ പ്രവൃത്തി വല്ലതും നടക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ആയിട്ടൊരു ആനന്ദിപ്പി കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ ഇറങ്ങി. മതി, പിശാചിന് അല്പകാലമേ ഉള്ളൂ എന്ന് പിശാചിനറിയാം. പെന്തക്കോസ്തുകാരന് കർത്താവിൻ്റെ വരവ് വേഗത്തിൽ സംഭവിക്കുമെന്ന് അവനറിയത്തില്ല. കർത്താവ് വന്ന് പുതിയ നിയമസഭയെ എടുക്കാൻ പോകുന്നുവെന്ന് പിശാചിനറിയാം. ആ ഷോർട്ട് പീരീഡ് പ്രസ്ഥാനങ്ങളെയും പാസ്റ്റർമാരെന്ന് പറയുന്നവരെയും അവൻ്റെ കസ്റ്റഡിയിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണെന്ന് പ്രവചനമായി ഞാൻ വിളിച്ചു പറയുന്നു. അനേക പാസ്റ്റർമാർ പിശാചിൻ്റെ അടിമകളായി, അനേക വിശുദ്ധന്മാർ പിശാചിൻ്റെ അടിമകളായി, അനേക സഹോദരി സഹോദരന്മാർ പിശാചിൻ്റെ അടിമകളായി. ഹല്ലേലൂയ. ശുശ്രൂഷ എന്നും പറഞ്ഞ് വചന വ്യവസ്ഥ വിട്ടു പൊയ്ക്കൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ വചന വിരുദ്ധമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കുക സഹോദരങ്ങളെ. ഹല്ലേലൂയ. പിശാച് തനിക്ക് അല്പമേ കാര്യമുള്ളൂ എന്ന് കരുതി മഹാക്രോധത്തോടുകൂടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് പെന്തോക്കോസ്ത് സമൂഹമേ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലന്മാർ അറിയിക്കുന്നത് നിത്യജീവനെയാണ്. നിത്യജീവൻ യേശുക്രിസ്തുവിനെയാണ് അറിയിക്കുന്നത്.
യേശു ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കേണ്ടത്. കടം മാറ്റാനും കഷ്ടത മാറ്റാനും ബുദ്ധിമുട്ട് മാറ്റാനും പ്രയാസം മാറ്റാനും അല്ല ഈ ഭൂമി കർത്താവ് വന്നത്. സക്കായുമായിട്ടുള്ള വിഷയത്തിൽ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് നിന്റെ കഷ്ടത മാറ്റാനും നിനക്ക് ദാരിദ്ര്യം മാറ്റാനും നിനക്ക് കാറ് തരാനും വീട് തരാനും നിന്റെ മക്കളെ വിദേശത്ത് അയക്കാനും അല്ല വന്നത്. അതൊക്കെ സംഭവിക്കുന്നെങ്കിലും ഒക്കെ കർത്താവ് വന്നത് നിന്റെ പാപത്തിൽ നിന്ന് വിടുവിച്ച് നിത്യമായ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാ. ഏദൻ തോട്ടത്തിൽ പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട മനുഷ്യനെ, അത് വചനം വെച്ച് വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക സഹോദരങ്ങളെ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മലകന്യയിപ്പിക്കാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഹൃദയം പിശാച് ചതിക്കുമോ എന്ന് ഭയപ്പെടുന്നു. ഇത് അനേകരുടെ ഹൃദയത്തെ, അനേകരുടെ മനസ്സിനെ പിശാച് കടന്നാക്രമിച്ചിരിക്കുക. അവൻ്റെ വൈറസ് കയറ്റിവിട്ടിരിക്കുക. ഈ ന്യൂ ജനറേഷൻ പാസ്റ്റർമാരിലൂടെ ദുരുപദേശത്തിൻ്റെ വൈറസ് ഇന്നത്തെ വിശ്വാസികളിലേക്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ആത്മാവിൽ കണ്ടുകൊണ്ടൊരു ഭക്തൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ഹൃദയം സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു പോകരുത്. വിട്ടുപോയാൽ അത് വഷളായ കന്യകയ്ക്ക് തുല്യമായി. കല്യാണ നിശ്ചയം ചെയ്യപ്പെട്ട കന്യക ഒരുത്തനോടുകൂടി ഒളിച്ചോടി ഒരാഴ്ച ജീവിച്ചിട്ട് തിരിച്ചു വന്നു. ആരാണ്ടും പറഞ്ഞു കൊടുത്തു, പഴയ കാമുകനോടൊപ്പം നീ വിവാഹം ചെയ്ത ആ പെണ്ണുണ്ടല്ലോ ഒളിച്ചോടിയിട്ട് പോയിട്ടുണ്ട്, അതുകൊണ്ട് സ്വന്തക്കാർ പറഞ്ഞു അതിനെ കല്യാണം കഴിച്ചേക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞ് തെളിവോടുകൂടി ഇന്ന് സോഷ്യൽ മീഡിയ ആണല്ലോ, ചില ക്ലിപ്പുകളൊക്കെ കാണിച്ചു കൊടുത്ത് ഇറങ്ങിപ്പോകുന്നതും അവിടെ പോകുന്നതും ഇവിടെ പോകുന്നതൊക്കെ കാണിച്ചു കൊടുത്തപ്പം കല്യാണ നിശ്ചയം ചെയ്ത ചെറുക്കൻ അങ്ങനെ ഒരു കല്യാണ നിശ്ചയം നടന്നിട്ടില്ലെന്നുള്ള നിലയിലായിരുന്നു അവൻ്റെ ഇടപാട്. അതാണ് അവൻ ആ പുരുഷൻ. ഇവിടെ കർത്താവിന് വല്ല മാന്യതയുണ്ടോ? നമ്മളെപ്പോലെയുള്ള മാന്യതയുള്ള ആളാണോ കർത്താവ്? അതോ കർത്താവിന് മാന്യതയുണ്ടോ? ശൂന്യംകാരത്തിൽ പറയുന്നത് ശ്രദ്ധിച്ച്, അവൻ 1000-ങ്ങളിൽ അതിസുന്ദരൻ, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. അവൻ വഴിയും സത്യവും ജീവനുമാണ്. അവൻ സത്യമുണ്ട്. അവൻ വിശുദ്ധനാണ്, വിശുദ്ധിയിൽ ഭയങ്കരനാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ വീരനാം ദൈവമാണ്. അവന് വേണ്ടി ഒരുക്കപ്പെടുന്ന മണവാട്ടി എങ്ങാണ്ട് കിടന്ന് ചീഞ്ഞളിഞ്ഞ മണവാട്ടി അവൻ കല്യാണം കഴിക്കയില്ല. പെന്തക്കോസുകാരെ, ക്രിസ്തുവിൻ്റെ പ്രമാണം വിട്ട് ദുരുപദേശത്തിൽ കിടന്ന് മുങ്ങിക്കുളിച്ചാൽ നിങ്ങളെ കല്യാണം കഴിക്കാൻ കർത്താവ് വരത്തില്ല. എന്നാൽ വേറൊരു കർത്താവ് വരും. അവൻ്റെ പേരാണ് ഏത്? ക്രിസ്തു. പോരെ? കറക്റ്റ് വെളിപ്പാടാണ് 2026 ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തെറ്റാണെങ്കിൽ വിളിച്ച് പറയണം, ഭാഷ പറയുന്നതൊക്കെ തെറ്റാണ്, ഞാൻ തിരുത്തിക്കോളാം. വചനജ്ഞാനമുള്ളവരും വചനത്തിലൂടെയും അത് തിരുത്തി തന്നാൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. വചനത്തിലൂടെ ആയിരിക്കണം, അതല്ലെങ്കിൽ നിങ്ങൾ കേട്ടനുസരിക്കണം. ഹല്ലേലൂയ. പിശാച് തനിക്ക് അല്പമേ കാലമുള്ളൂ എന്ന് കരുതി മഹാക്രോധത്തോടെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നു. എന്താ കാര്യം? അപ്പോസ്തലന്മാർ അറിയിച്ച നിത്യജീവനെയാ. നിത്യജീവൻ അങ്ങനെയല്ലേ ഇവിടെ വായിച്ചത്? ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾക്ക് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. നിത്യജീവൻ യേശു ക്രിസ്തുവിനെ അറിയിക്കുന്നു, ക്രിസ്തുവിൻ്റെ പ്രമാണം അറിയിക്കുന്നു, ക്രിസ്തുവിൻ്റെ ഉപദേശം. അതാണ് നിങ്ങൾക്ക് തരുന്നത്, ക്രിസ്തുവിൻ്റെ ഉപദേശം. താനാണല്ലോ പറയുന്നത്, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിന് നിലനിൽക്കാതെ അതിലോട്ട് പോകുന്ന ഒരുത്തനും ദൈവമില്ലെന്ന്. 2 യോഹന്നാൻ 9, 10, 11 വാക്യങ്ങൾ അതൊന്ന് വായിക്കുന്നതിൽ തെറ്റില്ലെന്ന, കാരണം യോഹന്നാൻ്റെ ലേഖനമല്ലേ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2 യോഹന്നാൻ 9 വാക്യം, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിലോട്ട് പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വരുന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. അവനോട് കുശലം പറയുകയും വരുത്. അവരോട് കുശലം പറയുന്നവനും അവൻ്റെ ദുഷ്പ്രവൃത്തിക്ക് കൂട്ടാളിയല്ലോ. നമ്മളിപ്പോൾ അങ്ങനെ വരുന്നവന് പപ്പടം, പഴം, പായസം വെച്ച് തീറ്റ് കൊടുത്ത് സ്വോത്രാഴ്ചയും കൊടുത്ത് വിടുക പാപമാണ്. ദുരുപദേശകന്മാരെ വീട്ടിൽ കയറ്റരുത്.
ഉപദേശം അറിഞ്ഞുകൂടാത്തവരെ വന്ന് കയറ്റി പറഞ്ഞു കൊടുത്തു, കുഴപ്പമില്ല. ഈ ഊതിയിടുന്നതിനെയും ഒന്തിയിടുന്നതിനെയും കൊറിപ്പിക്കുന്നതിനെയും ശിരിപ്പിക്കുന്നതിനെയും 7 അയൽവക്കത്ത് കയറ്റുന്നത് വീടിൻ്റെ. പണ്ട് ഇവിടെ ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി വന്നാൽ ഞാൻ ഗെറ്റ് ഔട്ട് അടിക്കാനിരിക്കുക. ഏത് മഹാനാണെങ്കിലും കൊള്ളാം. അവരൊക്കെ മഹാന്മാരാ, വലിയ വലിയ സെലിബ്രിറ്റികളാ. നമ്മൾ സെലിബ്രിറ്റികളൊന്നുമില്ല, കർത്താവിൻ്റെ എളിയ ദാസന്മാരാണ്. ഈ ഊതിയിടുന്നവനും ഒന്തിയിടുന്നവനും കൊറിപ്പിക്കുന്നവനും ചിരിപ്പിക്കുന്നവനും വചനപുസ്തകത്തിലുള്ള ഉപദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ വലിയ സെലിബ്രിറ്റികളാണ്. സിനിമാ സ്റ്റാറിനെ പോലെയോ പൊളിറ്റിക്സ് ലീഡറിനെ പോലെയോ വലിയ വലിയ സെലിബ്രിറ്റികളാണ്. അവർക്ക് അവിടെ ചെന്നാലും സീറ്റ് കിട്ടും, വീട് കിട്ടും, 5 സ്റ്റാർ ഹോട്ടൽ കിട്ടും. ഞങ്ങളൊക്കെ ചെന്നാൽ ഈ പണ്ടാറിട്ട വട്ടത്തുള്ളത് കൊതുകടിയും കൊണ്ട് കിടക്കേണ്ടി വരും. അങ്ങനെ കിടന്നിട്ടുണ്ട്, കിടക്കാൻ ഇപ്പോഴും മനസ്സുണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ ഉറക്കം കിട്ടിയില്ലെങ്കിൽ ശുഷിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചില ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, ഉള്ളതുപോലെ പറയണമല്ലോ. ഉറങ്ങാതിരുന്നാൽ ശുഷിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഉറക്കം ഒരു 5 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഉറങ്ങില്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് അവർക്കുണ്ട്. അതുകൊണ്ടായി പറയുന്നത്. അത് അനുഭവിക്കുന്നവർക്കല്ലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്? ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ വിട്ടുപോയാൽ അവന് ദൈവമില്ല, ദൈവമില്ല, ദൈവമില്ല. പിന്നെ അവനുണ്ടൊരു ദൈവം, ഈ ലോകത്തിൻ്റെ ദൈവമായ സാത്താൻ. പെന്തക്കോസുകാർ ഇത് നന്നായിട്ട് മനസ്സിലാക്കണം, നന്നായിട്ട് മനസ്സിലാക്കണം. നല്ല ക്ലിയർ കട്ടായിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് വെറുതെ പറയുകയല്ല. നീണ്ട 25 വർഷം ഒരു ഗുണമില്ലാത്ത പെന്തക്കോസുകാരനായി ജീവിക്കാനിടയായി. സത്യവചനം, പത്യവചനം, പത്യോപദേശം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ജീവിതത്തിൽ വെളിച്ചം വിട്ടി വന്നത്. അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക, പഠിച്ച് തീർന്നിട്ടില്ല. പഠിച്ച് തീരുന്നതിന് മുമ്പ് ഞാൻ ഈ ലോകത്ത് പോകുമെന്നാണ് എൻ്റെ ധാരണ. പൗലോസ് പറയുന്നത് അത് തന്നെ എനിക്കും പറയാനുള്ളൂ. ലഭിച്ചു എന്നോ തികഞ്ഞവനായെന്നല്ല, തികയാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ആ ഓട്ടക്കളത്തിൽ, ആ പ്രയത്നത്തിലാണ് ഞാനുമായിരിക്കുന്നത്. പൗലോസ് ഓടി തികച്ചു എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ നല്ല പോലെ ഓട്ടം തികച്ചു. അതുപോലെ ഒരു ദേവദാസന്മാർ വചനം അനുസരിച്ച് ജീവിച്ച് ഒരുപക്ഷെ രോഗത്തിലോ പ്രാണത്തിലോ പ്രയാസത്തിലോ കിടന്ന് അവിടെ ഓട്ടം തികച്ചവർ പോകും, ശുദ്ധീകരണം പ്രാപിച്ച്. ഉപദേശം ലഭിക്കാത്തവൻ അങ്ങോട്ട് പോകും, യാതൊരു സ്ഥലത്തേക്ക് പോകും. ഹല്ലേലൂയ. ലൂക്കോസ് 16:24 എന്ന് വായിച്ചേ. ഇന്നലെ ഞാനൊരു സഹോദരന് ആ വിഷയം എടുത്തിടാനിടയായി. ലൂക്കോസ് 16:24. ഇതിനിടയിൽ കയറി വന്നുകൊണ്ട് അങ്ങ് പറയുക. അത് ധനവാനും ലാസറിൻ്റെ വിഷയമാണ് കർത്താവ് പറഞ്ഞത്. അതിലെ ഏറ്റവും പ്രധാനമായ വാക്യമാണ് ലൂക്കോസ് 16:14. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് എന്തനുഭവിക്കുന്നു? വേദന. മതി, വേദന അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. ഭൂമി ജീവിച്ചിരുന്നപ്പോൾ ഈ പുള്ളി എങ്ങനെ ജീവിച്ചു? പച്ചവെള്ളം കുടിക്കില്ല, കാരണം ബ്രൗൺ കളറുള്ള വെള്ളമേ കുടിക്കുകയുള്ളൂ. മനസ്സിലായി കാണും. അതേ കുടിക്കുകയുള്ളൂ. ബ്രിട്ടീഷുകാർ കുടിക്കുന്ന പോലെ. ബ്രിട്ടീഷുകാർ കുടിക്കുന്നത് മോന്തയല്ലേ ചെയ്യണം. സിറപ്പായിട്ട് ചെറുതായിട്ട് അടിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടിച്ചടിച്ച് രാത്രിയാകുമ്പോൾ ബോധമില്ലാത്തവനായിട്ട് കിടക്കും. അങ്ങനെയൊക്കെ കിടന്നു. ബ്രിട്ടീഷുകാരെന്നല്ല, യൂറോപ്യൻസ് നല്ലൊരു ശതമാനവും വെള്ളം അടിക്കുന്നവർ, മദ്യപിക്കുന്നവർ, ലോക മനുഷ്യർ, ജഡീകന്മാർ. ദൈവമക്കൾ അടിക്കുമെന്ന് ചോദിച്ചാൽ അല്ല, സൂപ്പറായിട്ട് അടിക്കുന്നവരും ഉണ്ട്. എല്ലാ വകുപ്പും ഉണ്ടെന്ന് ഈ ലോകത്ത്. അതല്ലേ എല്ലാം കൂടി പിടിച്ചെടുക്കുന്ന വലയെന്ന് കർത്താവ് പറഞ്ഞത്. ഏറിക്കഴിഞ്ഞിട്ട് ഗുണമില്ലാത്തതിനൊക്കെ വലിച്ചൊരു ഏറിയെറിയും, നല്ലത് മാത്രം വലയിൽ ഉൾപ്പെടുത്തും. അവരെ പാണ്ഡികശാലയിലേക്ക് ചേർക്കും, മറ്റേനൊക്കെ വലിച്ചെറിഞ്ഞ് കളയും. ഇവിടെ കിടന്ന് അഭിനയിച്ച്, ഇവിടെ കിടന്ന് സർക്കസ് കാണിച്ച്, ഇവിടെ കിടന്ന് വചനവിരുദ്ധമായ കാര്യങ്ങൾ, പേക്കൂത്തുകളെല്ലാം കാണിച്ച് മദ്യപിച്ചുകൊണ്ടിരുന്ന് വചനം പ്രസംഗിക്കുന്ന ശുശ്രൂഷകന്മാരെന്ന് പറയുന്ന കള്ളപ്രവാചകന്മാർ കേരളക്കരയിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ നിങ്ങൾ? ആലംബരം പ്രസ്ഥാനമൊന്നും ഞാൻ പറയുന്നില്ല. മദ്യപിച്ചുകൊണ്ടാണ് വചനം പ്രസംഗിക്കുന്നവർ. അവരൊക്കെ പിന്നെ എന്താ ചെയ്യണേ? നമ്മളൊന്നും ചെയ്യേണ്ട, അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തേച്ചാൽ മതി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഈ കേരളക്കരയിൽ സത്യവചനം, പത്യവചനത്തിനെതിരെ ദുരുപദേശം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നവർ ഒന്നുകിൽ ഈ ഭൂമിയിൽ നിന്ന് അവരെ അങ്ങ് ഇവിടെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കണം, വേറെ ഏതോ ഗോളത്തിലേക്ക് അങ്ങ് കൊണ്ടുപോകണം. വേറെ ഏത് രാജ്യത്തുണ്ടായാലും കുഴപ്പമില്ല, വഷളന്മാരുടെ നാട്ടിലേക്ക് പോട്ടെ. കേരളക്കാർ ഭക്തന്മാരെന്ന് പറയുന്നവരല്ലേ, നമ്മുടെ നാട്ടിൽ നിന്ന് ഇവരെ അങ്ങോട്ട് എവിടെയെങ്കിലും കൊണ്ടുപോട്ടെ. കാശ് കൂടുതൽ കിട്ടുന്നെങ്കിൽ അവർ പോകാനും തയ്യാറാണ്. അവർക്ക് പണം മതി, വേറെ ഒന്നും വേണ്ട, പണവും കസേരയും മതി. സ്തോത്രം. ഇതിനിടയ്ക്ക് വന്നുകൊണ്ട് പറഞ്ഞു പോയതേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
ലൂക്കോസ് 16:14 നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരന് ഞാൻ ആ വാക്യം എടുത്തിട്ട് കൊടുത്തു. ഹല്ലേലൂയ. അവിടെ പോയി കിടന്നുകൊണ്ട് വെള്ളം വിളിക്കാനും വെള്ളത്തിന് വേണ്ടി കിടന്ന് ദാഹിക്കാനും സഹോദരന്മാർക്ക് വേണ്ടി സുവിശേഷ വില ചെയ്യാനുള്ള ആത്മഭാരവും അവിടെ കിടന്നുകൊണ്ടുണ്ടായതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ ഭൂമിയിൽ വെച്ച് നീ ജീവനോട് ഇരിക്കുമ്പോൾ നിനക്ക് മാനസാന്തരപ്പെടാനും നിനക്ക് മടങ്ങി വരാനും നിനക്ക് യഥാസ്ഥാനപ്പെടാനും സമയമുണ്ട്. മരണാനന്തരം അതിന് സമയമില്ല. നിന്റെ ചീട്ട് കീറിയത് തന്നെ. വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. അപ്പോൾ യേശുക്രിസ്തുവിനെ നിത്യജീവനെ അറിയിക്കുക, ഒരു ചെറിയ അധ്യായമാണിത്. അതുകൊണ്ട് 4 ക്ലിപ്പ് കൊണ്ട് ഇത് പൂർണ്ണമായിട്ട് അങ്ങ് തീർക്കാം. സ്തോത്രം. ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. മറുരൂപമലയിൽ വെച്ച് യോഹന്നാൻ, പിന്നെ പത്രോസ്, യാക്കോബ്, 3 പേര് സഭയുടെ തൂണുകളായി 3 പേര്. അതിൽ യോഹന്നാൻ അപ്പോസ്തലനായി എഴുതിയിരിക്കുന്നത്. ഈ അപ്പോസ്തലന്മാർ എഴുതിയിരിക്കുന്ന ഉപദേശത്തിലാണ് പുതിയ നിയമസഭ നിൽക്കേണ്ടത്. ആ തൂണൊക്കെ ഇന്ന് ചരിഞ്ഞു പറഞ്ഞു കിടക്കുക. മോശയുടെ തൂണിൽ നിന്നാലൊന്നും കാര്യം നടക്കത്തില്ല. മോശയുടെ തൂണൊക്കെ ഒടിഞ്ഞു പറഞ്ഞു പോയി. പുള്ളി തന്നെ ഗതിയില്ലാതെ കനാൻ ദേശം കാണാണ്ട് ഇടയ്ക്ക് വെച്ച് വഴിമുടക്കി കളഞ്ഞു കർത്താവ്. അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ലെന്ന് എനിക്ക് തോന്നണേ. അതൊന്നും ആരും പ്രസംഗിക്കാറുമില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത്, മോശയെപ്പോലൊരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല, ഉണ്ടാകില്ല. വലിയ കാര്യം. വചനം പറയുന്നതല്ലേ, ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നതല്ലേ. പക്ഷെ പുള്ളിയോട് പറഞ്ഞു, കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയതാ ദൈവം, അതുകൊണ്ട് കനാൻ ദേശത്തെയും കാണും, നീ അനുഭവിക്കില്ല. എത്തി വലിഞ്ഞു നോക്കിയോളാൻ പറഞ്ഞു. നോക്കി കണ്ടു, നീ കാണും, നീ അനുഭവിക്കില്ലെന്ന് പറഞ്ഞു. അതുപോലെ പ്രാർത്ഥിച്ച് യോശുവയെ ആക്കി. യോശുവയാണ് പിന്നെ കൊണ്ടുവന്ന് കനാൻ ദേശത്താക്കി. ഒരു സഹോദരൻ്റെ കൊച്ചിന് പേരിടേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു യോശുവയുടെ പേരിടാൻ പറഞ്ഞു. യോശുവ കനാനിൽ കൊണ്ട് വിട്ടതാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരുടെ ആ കൊച്ചിൻ്റെ തള്ളയ്ക്ക് ആളും പേരും ഒന്നും ഞാൻ പറയുന്നില്ല. തള്ളയ്ക്കൊരാഗ്രഹം ആദാമിൻ്റെ പേരിട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞു ആദാമിൻ്റെ പേരിനേക്കാൾ യൂതയെന്ന് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ആദാം നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടവരെന്ന് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ആദാം നിമിത്തം ലോകത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നാശകൂശമായത് ആ ചരിത്രം പഠിപ്പിക്കും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ യോശുവ ജനത്തെ അക്കരെ കടത്തിയ ജയാളിയായിട്ടാണ് യോശുവയെ കാണുന്നത്. ആദാം തോറ്റുപോയ സ്ഥാനത്ത് യേശുക്രിസ്തു ജയിച്ചെന്ന് റോമാലേഖനത്തിലും കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ പൗലോസ് കമ്പയർ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. വളരെ നല്ലൊരു പഠനമാണ് അത്. അവിടെ എല്ലാം ആദാം തോറ്റവനും പരാജയപ്പെട്ടവനുമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ആ പേര് വേണ്ടാന്ന് പറഞ്ഞു. ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു ആദാമെന്നിടാൻ. ഏത് ആത്മാവാണെന്ന് അവരോട് വിനിയോഗിക്കണം. എനിക്കറിയത്തില്ല. പക്ഷെ എന്തൊക്കെ പുലിവാലാണെന്ന് നോക്കി. പോട്ടെ, വിഷയത്തിലേക്ക് മടങ്ങി വരിക. അപ്പം ക്രിസ്തുവിനെ അപ്പോസ്തലന്മാർ പ്രസംഗിക്കുന്നതിൻ്റെ കാരണം യേശുക്രിസ്തുവിൻ്റെ വചനത്തിലാണ് നിത്യജീവനുള്ളത്. അതുകൊണ്ട് അവർ പ്രസംഗിച്ചത്. ഈ ലോകത്തെ ഏതെങ്കിലും ഒരു സുവിശേഷകൻ പ്രസംഗിക്കണമെങ്കിൽ യേശുക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ ഉപദേശത്തെയും പ്രസംഗിക്കണം. അതാണ് പ്രവൃത്തി പുസ്തകത്തിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പദങ്ങളാണ്. ഇനിയും പറയും. എല്ലാ ആഴ്ചയിലും പറഞ്ഞാലും അധികം പറ്റല്ല. പ്രവൃത്തി പുസ്തകത്തിൽ 2 ഭാഗത്ത് ദൈവരാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചും ഉപദേശിച്ചും പോകുന്നു. യേശുക്രിസ്തുവിനെ പൗലോസ് പ്രസംഗിച്ചത്, അവരെഴുതി വെച്ചതും ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നാണ്. ഇന്നിപ്പോൾ ക്രിസ്തുവിനെ വിട്ടിട്ട് അനീതിയുള്ള മാമോനെ പ്രസംഗിക്കുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടക്കന്മാരുടെ വൈറസ് ആത്മീയ ഗോളം മുഴുവൻ നിറഞ്ഞു കിടക്കുക. ഈ വൈറസ് ഭാഷന്മാരുടെ ഉള്ളിലോട്ടൊക്കെ കയറിക്കൊണ്ടിരിക്കുക. ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് പറയുക. ഈ ദുരുപദേഷ്ടക്കന്മാർ പ്രസംഗിക്കുന്ന ഭൗതിക അനുഗ്രഹങ്ങളും ഈ ലോകത്തിൻ്റെ പ്രതാപങ്ങളും വൈറസ് പോലെ പ്രസംഗിച്ച് വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ പിന്നെ അവർ അതിൻ്റെ പുറകെ പോവുക. എങ്ങനെയുണ്ട്? അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ. ഇത്രയും നേരം ഞാൻ പ്രസംഗിച്ചു, ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ല. എനിക്ക് വെള്ളം കുടിക്കാൻ തോന്നുന്നില്ല. സ്തോത്രം. ആത്മനിയോഗത്താലാണ് ഞാനിത് പ്രസംഗിക്കുന്നത്. കർത്താവിൻ്റെ വരവായി ലോക സംഭവങ്ങൾ ഓരോന്നോരോന്നായി വെളിപ്പെടുത്തുന്നു. 2025 നടന്നതിൻ്റെ
10 മടങ്ങ് അനിഷ്ട സംഭവങ്ങൾ 2026 നടക്കുമെന്ന് ഈ ലോകത്തിലെ ചില പ്രാവചനിക ശബ്ദങ്ങൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ ഉപരി കർത്താവും അപ്പോസ്തലന്മാരും വിശുദ്ധ പ്രവാചകന്മാരും സത്യവേദ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു. അത് സംഭവിക്കും. നിങ്ങളും ഞാനും അത് വിശ്വസിച്ചില്ലെങ്കിലും അത് സംഭവിക്കും. എന്നാൽ അതിനുവേണ്ടി നാം ഒരുങ്ങുന്നുണ്ടോ? കർത്താവിൻ്റെ വരവിനുവേണ്ടി ഒരുങ്ങുന്നുണ്ടോ? എനിക്ക് വിചിത്രമായിട്ട് തോന്നി. എന്തെല്ലാം കാര്യങ്ങൾ അറിയിക്കാൻ ഈ അപ്പോസ്തലന്മാർക്കുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ കേട്ടു, സ്വന്തം കണ്ടുകൊണ്ട് കണ്ടു, ഞങ്ങൾ നോക്കി, ഞങ്ങളുടെ കൈ തൊട്ടു. ആയ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ, യേശു കർത്താവിനെ, ഇവിടെ എഴുതിയിരിക്കുന്ന നിത്യജീവൻ യേശു ക്രിസ്തുവാണ്, നിങ്ങളോട് അറിയിക്കുകയും ചെയ്യും. എത്ര മനോഹരമായ നിലയിൽ അറിയിച്ചേക്കണേ. ഞങ്ങൾ കണ്ടത്, കേട്ടത്, തൊട്ടത്, നോക്കിയത് നിങ്ങളോട് അറിയിക്കുക. എന്തിനാ അറിയിക്കുന്നത്? 3-ാം വാക്യം ഒന്ന് വായിച്ചേ. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിലെ 3-ാം വാക്യം. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് അറിയിക്കുന്നു. അടുത്ത ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. അത് മതി. 3-ാം വാക്യം മാത്രം മതി. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങളോട് അറിയിക്കുന്നു. ആരോടാ? പുതിയ നിയമസഭയോട്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര നിന്നോടും, സഹോദരി സ്വോത്രം നിങ്ങളോടും, പാസ്റ്ററെ നിന്നോടും, അമ്മേ പാസ്റ്ററമ്മേ നിന്നോടും, കുഞ്ഞേ നിന്നോടും, സഹോദരന്മാരെ നിങ്ങളോട്, സഹോദരിമാരെ നിങ്ങളോട്. അവർ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതും നിങ്ങളോട് അറിയിക്കുക. എന്തിനറിയിക്കുന്നേ? നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് അറിയിക്കുന്നു. കൂട്ടായ്മ, ഒരു ഫെലോഷിപ്പ് ഉണ്ടാകണം. മരിച്ചു മൺമറഞ്ഞു പോയ അപ്പോസ്തലന്മാരുമായിട്ട് നമുക്ക് എന്നാ കൂട്ടായ്മയാ? പറയാം, എന്നാ കൂട്ടായ്മ? ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാകും നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. അപ്പൊ അവർക്ക് കൂട്ടായ്മ പിതാവിനോടും പുത്രനോടും ആയിരുന്നെങ്കിൽ നിങ്ങൾക്കും എനിക്കും കൂട്ടായ്മ പിതാവിനോടും പുത്രനോടും കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ നമുക്ക് അപ്പോസ്തലന്മാരുമായിട്ടൊരു കൂട്ടായ്മ വരിക. അതാ അതിൻ്റെ അർത്ഥം. അല്ല വേറെന്താ? നമുക്കിപ്പോൾ കൂട്ടായ്മ പാസ്റ്ററോടും പാസ്റ്ററമ്മയോടും, അല്ല കാശുള്ള അച്ചായന്മാരോടും, പിന്നെ കുറെ പ്രത്യേകം സ്നേഹിക്കുന്ന കുറെ സഹോദരന്മാർ, അവരുമായിട്ടൊക്കെ കൂട്ടായ്മ. ഞാനിത് കുറെ അനുഭവിച്ചില്ലേ. ചർച്ചിൽ പോകുമ്പോൾ ചില സഹോദരന്മാരുടെ പ്രത്യേക സ്നേഹം, അവരുമായിട്ട് വലിയ കൂട്ടായ്മ. അവിടെ വീടുകളിലൊക്കെ പോവുക, ചാപ്പാടിക്കുക. അവർക്ക് ഇഷ്ടമില്ലാത്തവർ അവിടേക്കും പോകത്തില്ല. ഇന്നത്തെ അങ്ങനെയാണ് പെന്തക്കോസ്തുകാർ. പകയും വിദ്വേഷവും കൊണ്ടു നടക്കുന്ന പെന്തക്കോസ്തുകാരെ പോലെ ലോകത്തിൽ വേറെ ഒരൊറ്റ മനുഷ്യനില്ല. മുഖപക്ഷം കാണിക്കുന്ന പെന്തക്കോസ്തുകാരെ പോലെ ലോകത്ത് മറ്റു മനുഷ്യരാരുമില്ല. മുഖപക്ഷവും പകയും പിണക്കും വിദ്വേഷവും കൊണ്ടു നടക്കുക ഹൃദയത്തിൽ. എങ്ങോട്ടാ പോകുന്നേ? സഹോദരനെ പയക്കുന്ന കൊലപാതകൻ എന്ന് ഈ അപ്പോസ്തലൻ എന്നാ പറഞ്ഞേക്കുക. യോഹന്നാൻ അപ്പോസ്തലൻ കൊലപാതകൻ. ആ കൊലപാതകൻ്റെ ഉള്ളിൽ നിത്യജീവൻ ഇല്ലെന്ന് എഴുതി വെച്ചേക്കണേ. സൂക്ഷിച്ച് വചനം വായിച്ച് പഠിച്ചോണേ. എനിക്ക് ചിലരോട് കൂട്ടായ്മയില്ല. കാരണം അവർ ദുരുപദേശത്തിൽ കിടക്കുന്നുണ്ട്. അവരോട് പകയില്ലെന്ന്. അവ പക വന്നാലും ഞാൻ പറയും, കർത്താവേ അവരോട് പകച്ചു പോയിട്ട് ക്ഷമിക്കണം. പകയില്ല അവരോട്. ആ ദുരുപദേശത്തിൽ കിടക്കുന്നതുകൊണ്ട് അവരോട് കൂട്ടായ്മയില്ല. വചനവസ്തു വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതോട് കൂട്ടായ്മയില്ല. അവരോട് പകയില്ല, പിടക്കില്ല. അവരുമായിട്ട് ഫോൺ വിളിക്കും, സംസാരിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ചിലരുമായിട്ട് സാത്താൻ്റെ ആത്മാവ് കയറി കിടക്കുന്നവരുമായിട്ട് ഒരു കൂട്ടായ്മയില്ല, ഫോൺ വിളിയില്ല. അങ്ങനെയൊക്കെയുള്ള നിർബന്ധം എനിക്കുണ്ട്. കാരണം തികച്ചും ദൈവാത്മാവിനെതിരെ ക്രൂശിൻ്റെ ശത്രുവായി പോയിക്കൊണ്ടിരിക്കുന്നവരുമായിട്ട് നമുക്ക് ഫോൺ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, അവരുമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചില വ്യക്തികളുണ്ട്, അവരോട് ഞാൻ മാറി നിൽക്കുക, അകന്ന് നിൽക്കുക. അവരുമായിട്ട് യാതൊരു വചനം പറയുന്നുണ്ട്, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമമായിട്ട് നടക്കുന്ന ഏത് സഹോദരൻ അകന്നുകൊള്ളണം. അവരുമായിട്ട് ഫോൺ സംഭാഷണമില്ല, അവരുമായിട്ട് വിളിയില്ല, അവരുമായിട്ട് സംസർഗമില്ല. ക്രിസ്തുവിനെ വിട്ടുകളയുന്ന ആരുമായിട്ടും നമുക്ക് ഇടപാടില്ല. ഈ പത്യോവചനം പത്യോപദേശം കേട്ടിട്ട് അതിനെ ചവിട്ടി മെതിച്ചു പോകുന്ന ആരുമായിട്ടും എനിക്ക് കൂട്ടായ്മയില്ല, പിണക്കില്ല, പകയില്ല, വിദ്വേഷമില്ല, ഇടപാടില്ല.
അവർ എനിമി ഓഫ് ക്രൈസ്റ്റ്, ക്രൂശിൻ്റെ ശത്രുക്കളാണ്. ഉപദേശം വിട്ടുകളഞ്ഞവരാണ്. അവർ ഛർദ്ദിച്ചതിലേക്ക് തിരിഞ്ഞു പോയവരാണ്. ആ ഛർദ്ദിച്ചത് തിന്നുകൊണ്ടിരിക്കുന്നവർ, അവരുമായിട്ട് കൂട്ടായ്മയില്ല. ഏത് മഹാനാണെന്ന് പറഞ്ഞാലും ശരി. കാരണം അങ്ങനെ ജീവിച്ചാലേ നമ്മുടെ ആത്മീയ നിലവാരത്തെ നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കള്ളനും കവർച്ചക്കാരനുമായിട്ടുള്ള കൂട്ടായ്മ, അവരുമായിട്ട് നമുക്ക് ഇടപെടാൻ പറ്റത്തില്ല. ക്രിസ്തുവിനെ വിട്ടുകളയുമ്പോൾ, ഉപദേശം വിട്ടുകളയുമ്പോൾ അവർ കള്ളന്മാരായി. യോഹന്നാൻ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ നിത്യജീവനെ ഞങ്ങളോട് അറിയിക്കുന്നു, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. അപ്പം നമുക്ക് അപ്പോസ്തലന്മാരായിട്ട് എങ്ങനെ കൂട്ടായ്മ ഉണ്ടാകും? ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് അറിയിക്കുന്നു. അവർ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതും പറഞ്ഞതുമായ കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുമ്പോൾ, അപ്പോസ്തലന്മാർ പറഞ്ഞ ഉപദേശങ്ങൾ നമ്മൾ അനുസരിക്കുമ്പോൾ നമുക്ക് അപ്പോസ്തലന്മാരുമായിട്ട് കൂട്ടായ്മയുണ്ട്, നമുക്ക് പിതാവിനോടും പുത്രനോടും കൂട്ടായ്മയുണ്ട്. ഇല്ലെങ്കിൽ നമുക്കൊരു കൂട്ടായ്മയും ഇല്ല. അപ്പോസ്തലന്മാർ തരുന്ന ഉപദേശം കേട്ടനുസരിക്കാത്തവർക്ക് ദൈവവുമായിട്ട് കൂട്ടായ്മയില്ല. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. 1 യോഹന്നാൻ 4:6 വായിച്ചേ. എപ്പോഴും പറയുന്ന വാക്യങ്ങളാണേ ഇത്. 1 യോഹന്നാൻ 4:6. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാലറിയാം. മനസ്സിലായില്ലേ? അപ്പോസ്തലന്മാർ പറയുന്ന വാക്ക് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല. ദൈവത്തിൽ നിന്നുള്ളവരെന്നല്ലെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിൻ്റെ മക്കളോ സാത്താൻ്റെ സന്തതികളോ ആണ്. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ. അതറിയണമെങ്കിൽ യോഹന്നാൻ്റെ ഇതേ അപ്പോസ്തലൻ എഴുതിയ വാക്ക് യോഹന്നാൻ 17 ഞാൻ വായിക്കാം. 6 വാക്യം. നീ ലോകത്തിൽ നിന്ന് തന്നിട്ടുള്ള മനുഷ്യർക്ക് നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. നീ ലോകത്തിൽ നിന്ന് കർത്താവിന് കൊടുത്ത മനുഷ്യരാരാ? കർത്താവ് പറയുന്ന പൗരോഹിത്യ പ്രാർത്ഥനയാണ്. നീ ലോകത്തിൽ നിന്ന് തന്നിട്ടുള്ളവർ മനുഷ്യർ, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ, ആദ്യമായ അപ്പോസ്തലന്മാർ. നീ ലോകത്തിൽ നിന്ന് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരാകിയാൽ ഞാൻ അവർക്ക് നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു. അവർ നിന്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ. 1 യോഹന്നാൻ 4:6. ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാലറിയാം. ഏതിനാലറിയാം? ദൈവത്തിൽ നിന്നുള്ളവരും ദൈവത്തിൽ നിന്നല്ലാത്തവരും എങ്ങനെയാ? അവരുടെ വാക്ക് കേൾക്കുന്നതിനാലും അവരുടെ വാക്ക് കേൾക്കാത്തതിനാലും ദൈവത്തിൽ നിന്നുള്ളവരും അല്ലാത്തവരെയും തിരിച്ചറിയാമെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വച്ചിരിക്കുന്നു. ഇപ്പൊ വഞ്ചനയുടെ ആത്മാവ് ഏത്, നല്ല ആത്മാവ് ഏതെന്നുള്ളത് യോഹന്നാൻ എഴുതിയ 1 യോഹന്നാൻ 4:6 വാക്യത്തിൽ നിന്ന് ദൈവമക്കളെ നമ്മൾ പഠിച്ച് ഗ്രഹിച്ചു കൊള്ളണമേ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുക, യേശുവിൻ്റെ മാറിൽ ചാരി നിന്നാണ് ചരിത്രം. യേശുവിൻ്റെ മാറിൽ ചാരി ഇരുന്നപ്പോൾ സ്തോത്രം, ഈ ശബ്ദം ഒരു മനുഷ്യനല്ല, ഒരു ദൈവമാണ്, ദൈവപുത്രനാണെന്നുള്ള വെളിപ്പാട് അവന് കിട്ടി. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് യോഹന്നാൻ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. അതിനോട് നമ്മൾ യോജിക്കുക.